നമസ്കാരം, തുമ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് കിച്ചൺ പരിപാടിയൊന്നും അല്ല. ഇന്ന് ഞാൻ വീണ്ടും ഒരു ഒരു തെരളിയപ്പം ഉണ്ടാക്കി. കാരണം ഇന്നാൾ ഞാൻ ചെയ്തത് തന്നെയാണ്. അത് വീണ്ടും ഇവിടെ വീട്ടിലെല്ലാവർക്കും, പിള്ളേർക്കും, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവരൊരിക്കൽ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കി അതൊന്ന് കാണിക്കുമെന്ന് ചോദിച്ചു. അത് ഞാൻ വീണ്ടും അതുണ്ടാക്കി. ഇത് കണ്ടോ, ഇതാണിപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ വയണയില കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വയണയില ഉണ്ട്, വീട്ടിൽ വയണയില ഉണ്ട്. പക്ഷെ അത് പറിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അത് ഭയങ്കര മരമാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ എങ്ങനെയാണ്ടൊക്കെ കുറച്ച് ഇല എനിക്ക് കിട്ടി. അത് ഇത്രയും ഞാൻ വയണയില കൊണ്ട് ബാക്കി ഇത്രയും ചെയ്തു വെച്ചു. കുറച്ചൊരു 10-15 എണ്ണം വെന്തത് ഞാൻ അപ്പുറത്ത് ചേച്ചിയുടെ അങ്ങ് കൊടുത്തു വിട്ടു. ബാക്കി ബാക്കി ഞാൻ ഇത് വയണയിലുണ്ട് അധികം. പിന്നെ വയണയില തികയാതെ വന്നപ്പം ഞാൻ പ്ലാവില ഉണ്ടല്ലോ, ഇത് പ്ലാവിലയാണ്. പ്ലാവിലക്കകത്തൂടെ ഞാൻ അധികം വന്ന മാവ് പ്ലാവിലയും വയണയിലയും കൂടെ, പ്ലാവില ഇതിനകത്തുണ്ട്. പ്ലാവില ഗ്ലാസ് പോലെ ഇങ്ങനെ ഇങ്ങനെ കൂട്ടിയിട്ട് അതിൽ ഞാൻ വാരി വെച്ചാണ് ഇത് പുഴുങ്ങുന്നത്. അപ്പം ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നല്ല ഒരു വയണയില കൊണ്ടുള്ള ഒരു തെരളിയാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം, ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഈ ഒരു കാര്യമാണ്. കാരണം ഞാൻ പറയാൻ ഇത് പിന്നെ 2 കപ്പ് അരിപ്പൊടി, 2 കപ്പിന് 2 കപ്പ് അരിപ്പൊടി, പിന്നെ നമ്മുടെ നല്ലൊരു 3-4 കപ്പക്കിഴങ്ങ്, പിന്നെ കപ്പക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കണം കേട്ടോ. കപ്പക്കിഴങ്ങ് പുഴുങ്ങി 2 കപ്പ് അരിയും അതിൽ ചേർത്ത് 1.5 മുറി തേങ്ങ ഞാൻ ഇന്ന് ചേർത്തു. 1.5 മുറി തേങ്ങ, ഏലക്ക, പഞ്ചസാര. ഇത് ഇത്രയും കൂടെ ഇളക്കി കുഴച്ച് നല്ല ഇളം ചൂടുവെള്ളത്തിൽ കുഴക്കുന്നതാണ് നല്ലത്. ചൂടുവെള്ളത്തിൽ കുഴച്ച് ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടുണ്ട്. ഇതുപോലൊക്കെ വയണയില ഇങ്ങനെ ഗ്ലാസ് പോലെ ആക്കിയെടുക്കണം. ഇങ്ങനെ ഗ്ലാസ് പോലെ എങ്ങനെ ആയാലും മതി, തെരളി പോലെയോ അല്ലാതെയോ പല രീതിയിൽ. അത് ഈ വയണയിലക്കകത്ത് പ്രത്യേകത ഇത് ഉണ്ടാക്കുമ്പോഴെന്ന് വെച്ചാൽ നല്ല മണമാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മണം കൊണ്ട് നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല മണമാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി, ഇതിനു മുമ്പ് ഞാൻ ഇതേ ഒരു വീഡിയോ ചെയ്തതായിരുന്നു. പക്ഷേ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും. നിങ്ങൾ ഇത് ചെയ്യണം. വേറൊന്നും തോനെ സാധനങ്ങളൊന്നും വേണ്ട. കപ്പയ്ക്ക പുഴുങ്ങിയ നല്ല വെന്തതായിരിക്കണം. പുഴുങ്ങിയത് ഒരു പാത്രത്തിൽ ഉടച്ച് ചേർത്ത് എത്ര നിങ്ങൾക്ക് അരി വേണ്ടുള്ളതെന്ന് വെച്ചാൽ ആ കപ്പക്കിഴങ്ങിന് അനുസരിച്ചുള്ള അരി. ഞാൻ ഒരു വലിയ കപ്പക്കിഴങ്ങായിരുന്നു അന്നേരം. കപ്പക്കിഴങ്ങ് ഒരു 4 എണ്ണം എടുത്തു, ഇച്ചിരി വലുത്. അപ്പം 2 കപ്പ് അരിപ്പൊടി എടുത്തു. 2 കപ്പ് അരിപ്പൊടി, 1.5 മുറി തേങ്ങ, പഞ്ചസാര, ഏലക്ക. ഇത് ഇത്രയും മാത്രം വെച്ച് ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ച് ഇതുപോണക്ക് ഗ്ലാസ് പോലെ കൂട്ടി അതിലിട്ട് ഞാൻ വാരി വെച്ച്. എന്ത് നല്ല മണമാണെന്നറിയാമോ! മണം കൊണ്ട്, സത്യം പറഞ്ഞ മണം കൊണ്ട് നല്ല അടിപൊളി. നമ്മുടെ ആവശ്യത്തിനുള്ള മധുരം ഇട്ട് ആർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്കൊക്കെ സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടാറ്റാ.